ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജൂബ്. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്നതാണ് SSCയുടെ പുതിയ നോട്ടിഫിക്കേഷൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ SSC അവരുടെ ടെൻറ്റേറ്റീവ് കലണ്ടറിൽ പറഞ്ഞ പോലെ തന്നെ SSCയുടെ ഏറ്റവും ആദ്യത്തെ നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള സെലക്ഷൻ പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ അവർ പറഞ്ഞ കറക്റ്റ് ഡേറ്റ് 2-ാം തീയതി തന്നെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നത്. ഏകദേശം ഒരു 110 പേജിന്റെ ഒരു നോട്ടിഫിക്കേഷനാണ് അവർ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം 2500 അടുപ്പിച്ച് വേക്കൻസിയിലാണ് എന്ത് ചെയ്തിട്ടേക്കുന്നത്, സെലക്ഷൻ പോസ്റ്റ് ഇത്തവണ വിളിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനിലോട്ടുള്ള കൂടുതൽ കാര്യങ്ങളിലേക്ക് പോവാം. ആദ്യം നോട്ടിഫിക്കേഷന്റെ ഫസ്റ്റ് പേജിൽ കൊടുത്തിരിക്കുന്നത് തന്നെ എന്തൊക്കെയാണ് ഡേറ്റ്സ്. 2-ാം തീയതി നോട്ടിഫിക്കേഷൻ വരുന്നു. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 23-ാം തീയതി ആണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഫീസ് അടയ്ക്കാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 ഫീസ് അടയ്ക്കാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. ഇനി അവര് എക്സാം പറഞ്ഞേക്കുന്നത് 24 ജൂലൈ മുതൽ 4 ഓഗസ്റ്റ് വരെയാണ് എക്സാമിന്റെ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. അത് അവര് താഴെ ടെൻറ്റേറ്റീവ് ആയിട്ടെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിൽ മാറ്റം വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം അവര് മാസങ്ങൾക്ക് മുന്നേ ടെൻറ്റേറ്റീവ് കലണ്ടർ ഇട്ടിട്ട് അത് പാലിച്ചുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു നോട്ടിഫിക്കേഷൻ ഔട്ട് ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സാമും ആ ഒരു ഡേറ്റിൽ നടക്കാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ. ഇനി മാറിയാലും 1-2 ദിവസം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനേ ചാൻസ് ഉള്ളൂ, അല്ലാതെ വലിയ മാറ്റങ്ങളൊന്നും വരാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുന്നവർ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക. അപ്ലൈ ചെയ്യുന്നവർ ലാസ്റ്റ് ഡേറ്റിലേക്ക് വെക്കാതെ തന്നെ മാക്സിമം നേരത്തെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അത് പറയാം. അടുത്തൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മൾ CGL, MTS, CHS ഒക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ അല്ല. കുറെ കാര്യങ്ങൾ നോക്കി, കുറെ പോസ്റ്റ് കോഡൊക്കെ നോക്കി കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ടുണ്ട്. അത്യാവശ്യം ഒരുപാട് പോസ്റ്റുകളും നമുക്ക് അതിനെപ്പറ്റി അന്വേഷിച്ച് നിങ്ങൾ ഓരോരുത്തരുടെയും ക്വാളിഫിക്കേഷൻ മനസ്സിലാക്കി ഒരുപാട് കാര്യങ്ങൾ നോക്കിയാണ് അപ്ലൈ ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് പറഞ്ഞ് മാക്സിമം നേരത്തെ തന്നെ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമ്മള് അടുത്ത പേജിലേക്ക് പോകുന്ന സമയത്ത് അടുത്ത് ഓക്കെ, ഞാൻ ആ 110 പേജ് ഞാൻ ഇവിടെ എടുത്തിട്ടിട്ടില്ല. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇവിടെ ഏജ് ലിമിറ്റ് പല ആൾക്കാർക്ക് സെലക്ഷൻ പോസ്റ്റിനകത്ത് എല്ലാ കാറ്റഗറിയും ഉണ്ട്. ഓക്കെ, 10 ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്ക് എഴുതാം, +2 ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്ക് എഴുതാം, ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്ക് എഴുതാം. അപ്പോൾ എല്ലാ കാറ്റഗറിയും ഉള്ളതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും വരുന്ന ഒരു ഡൗട്ടാണ് ഏജ് ലിമിറ്റ് എങ്ങനെയായിരിക്കും, ഏത് രീതിയിലായിരിക്കും ഏജ് ലിമിറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവരെ ഏജ് ലിമിറ്റ് തന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 to 25 വയസ്സ്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഏത് പ്രായക്കാരാണ്. ഇപ്പൊ പല ആൾക്കാരും ഏജിന്റെ ആ ഒരു ബ്രിമ്മിൽ നിൽക്കുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ 25 വയസ്സായി, അല്ലെങ്കിൽ 27 വയസ്സായി, 30 വയസ്സായി. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് അവർ കറക്റ്റ് ആയിട്ട് എന്തും കൂടെ തന്നിട്ടുണ്ട്, ക്രൂഷ്യൽ ഡേറ്റും കൂടെ തന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ 18 വയസ്സിന് 25 വയസ്സിന് ഇടയ്ക്കുള്ള ആളാണെങ്കിൽ അയാൾ 2/8/2000 മുന്നേ ജനിക്കാൻ പാടില്ല. അതുപോലെ തന്നെ 1/8/2007 ശേഷം ജനിച്ച ആൾ അതിന്റെ ഇടയ്ക്കുള്ള ആളായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാത്തിനും അവർ ആ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ആ ഒരു എക്സാമ്പിൾ അവർ അതുപോലെ കൊടുത്തിട്ടുണ്ട്. 18 to 28, 18 to 27, 30, 35, 37, 42 എല്ലാത്തിനും എന്ത് ചെയ്യുന്നുണ്ട്, അവർ കറക്റ്റ് ക്രൂഷ്യൽ ഡേറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആക്ച്വൽ ക്രൂഷ്യൽ ഡേറ്റ് നോക്കുകയാണെങ്കിൽ അത് 1/8 ആണ്. ആക്ച്വൽ ക്രൂഷ്യൽ ഡേറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/8/2025 ആക്ച്വൽ ക്രൂഷ്യൽ ഡേറ്റ്. അത് അടുത്തൊരു പേജിനകത്ത് അവർ ക്ലിയർ ആയിട്ട് തന്നെ ക്രൂഷ്യൽ ഡേറ്റിനെ പറ്റിയും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് പറയാനുള്ള ആ ഒരു ഏജ് ലിമിറ്റിനെ പറ്റി. എല്ലാ ഏജും ഇപ്പം മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾ മൊത്തത്തിൽ കണക്കാക്കി കഴിഞ്ഞാൽ 18 വയസ്സ് മുതൽ ഏകദേശം 32 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് എഴുതാൻ പറ്റുന്ന പോസ്റ്റ് ഈ സെലക്ഷൻ പോസ്റ്റിനകത്ത് വരുന്നുണ്ട്. അതാണ് നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യം. ഇപ്പൊ ഏജ് ബ്രിമ്മിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഇപ്പോഴേ അതിലൊരു ക്ലാരിഫിക്കേഷൻ വരുത്താം, എനിക്ക് എക്സാം എഴുതാൻ പറ്റുമോ പറ്റില്ല എന്നുള്ള ക്ലാരിഫിക്കേഷൻ ആ ഒരു പേജ് നോക്കിക്കഴിഞ്ഞാൽ വരുത്താനായിട്ട് പറ്റും. നിങ്ങൾക്ക് പേജ് നമ്പർ 5 അതുപോലെ തന്നെ പേജ് നമ്പർ 6 ആയിട്ടാണ് ആ നോട്ടിഫിക്കേഷനകത്ത് ആ ഒരു ഏജ് ലിമിറ്റിന്റെ കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ അടുത്ത കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ്, റിസർവേഷനാണ്. കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള റിസർവേഷനാണ്. SCക്ക് ആണെങ്കിൽ 5 വർഷവും OBCക്ക് 3 വർഷം എന്നാണ് നോർമൽ റിസർവേഷൻ വരുന്നത്. ബാക്കി PWD കാറ്റഗറീസിന്റെ ഒക്കെ ഈ റിസർവേഷൻ കൊടുത്തിട്ടുണ്ട് 10 വർഷം. ഇനി PWD കാൻഡിഡേറ്റ് ആണ്, OBC കൂടെ ആണെങ്കിൽ 13ഉം SC ആണെങ്കിൽ 15 ആയിട്ടാണ് വരുന്നത്. അപ്പോൾ റിസർവേഷൻ നോർമലി എല്ലാ SSC എക്സാംസിനും ഉള്ള പോലെ തന്നെ OBCക്ക് 3 വർഷവും അതുപോലെ തന്നെ SSCക്ക് 5 വർഷമായിട്ടാണ് റിസർവേഷൻസ് വരുന്നത്. ഇനി അടുത്തതിലേക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഏജ് ലിമിറ്റിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ അവർ കറക്റ്റായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം the crucial date of determining of the age limit and for possession of essential qualification experience will be
1/8/2025. ഓക്കെ അല്ലേ? എന്താ പറഞ്ഞേക്കുന്നത്? ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ്? 1/8/2025 എന്തിനൊക്കെ വേണ്ടിയിട്ട്? ഏജ് ലിമിറ്റിനാണെങ്കിലും അതുപോലെ തന്നെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷന് വേണ്ടി. എന്ന് പറഞ്ഞാൽ ഈ 1/8/2025 മുന്നേ ഈ നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവണം. ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും എക്സാം എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ സപ്ലി ഉള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ 1/8/2025 മുന്നേ തന്നെ നിങ്ങൾക്ക് എന്ത് വന്നിട്ടുണ്ടാവണം? ആ റിസൾട്ട് പബ്ലിഷ് ആയിട്ടുണ്ടാവണം. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഏജ് ലിമിറ്റിന്റെ ആയാലും അതുപോലെ തന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷന്റെ ആയാലും ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? 1/8/2025. ഇതാണ് പല ആൾക്കാർക്കും കൂടുതലായിട്ട് അറിയേണ്ടത്. ഞങ്ങൾക്ക് ഇവിടെ ആണെങ്കിൽ എൻക്വയറീസ് വരുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നത്, എനിക്ക് 25 വയസ്സായി, എനിക്ക് ആ പരീക്ഷ എഴുതാൻ പറ്റുമോ? അങ്ങനെ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് അവർ എന്ത് കൊടുത്തേക്കുന്നത്? ക്രൂഷ്യൽ ഡേറ്റ് കൊടുത്തേക്കുന്നത്. നിങ്ങൾ ഈ ഒരു ക്രൂഷ്യൽ ഡേറ്റിന് മുന്നേ ആണ് നിങ്ങളുടെ ഇത് വരുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ഡേറ്റ് ഓർത്ത് വയ്ക്കുക, 1/8/2025 ആണ്. ഏതിനൊക്കെ? ഏജ് ലിമിറ്റിനാണെങ്കിലും അതുപോലെ തന്നെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആണെങ്കിലും ഈ 2 ഡേറ്റും ഓർത്ത് വെച്ചേക്ക്. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഓരോ പോസ്റ്റിനും എന്ത് ചെയ്യണം? ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓരോ പോസ്റ്റിനും. അതാണ് അടുത്ത പറയാനുള്ള കാര്യം. ഫീ പേയബിൾ ഈസ് ₹100. ഓരോ പോസ്റ്റിനും 100 രൂപ വെച്ചിട്ട് എന്ത് ചെയ്യാൻ അടയ്ക്കേണ്ടതായിട്ട് വരും. ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ അടയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ ആ പോസ്റ്റിലേക്ക് പോകുന്നു. എന്നാൽ അതിന് മുന്നേ പറയണം, ഏകദേശം നമുക്ക് 365 പോസ്റ്റിലേക്കാണ് സെലക്ഷൻ പോസ്റ്റ് വിളിച്ചേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എനിക്കിപ്പോൾ ഒരു 20 പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഓരോ പോസ്റ്റിനും 100 രൂപ വെച്ചിട്ട് 2000 രൂപ എന്ത് ചെയ്യണം? ഞാൻ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഓരോ പോസ്റ്റിനും 100 രൂപ വെച്ച്. ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാ. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണോ അതനുസരിച്ച് പോസ്റ്റ് അപ്ലൈ. എല്ലാം കൂടെ കയറി അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ എക്സാം നോക്കുമ്പോൾ എഴുതാൻ പറ്റും. DU വരുമ്പോൾ നിങ്ങൾക്ക് ആ ക്വാളിഫിക്കേഷന്റെ സർട്ടിഫിക്കറ്റ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അത് കിട്ടത്തില്ല. അതുകൊണ്ട് നോക്കുമ്പോൾ നോക്കി അപ്ലൈ ചെയ്യാം. ഇൻ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ ഒരു പ്രശ്നവും. നിങ്ങൾക്ക് ഏതൊക്കെ പോസ്റ്റ്, എത്ര പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, വേക്കൻസി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ആ പോസ്റ്റ് എല്ലാം അപ്ലൈ ചെയ്യാൻ. കാരണം നിങ്ങൾക്ക് ഫീസ് ഇല്ല. ഓക്കെ, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഫീസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ 20 അല്ല 40 അല്ല 50 പോസ്റ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. മൊത്തത്തിലല്ല ഫീസ്, ഓരോ പോസ്റ്റിനും ഫീസാണ്. ഓക്കെ, ഓരോ പോസ്റ്റിനും ഫീസ് എന്നുള്ള കാര്യം മെയിൻ ആയിട്ട് ഓർത്തിരിക്കും. ഇനി നമ്മൾ അടുത്ത പോകുന്നത് സിലബസിലോട്ടാണ്. അപ്പോൾ സിലബസിലോട്ട് പോകുന്നതിന് തന്നെ ഇതിന്റെ എക്സാം പാറ്റേൺ പറഞ്ഞു കഴിഞ്ഞാൽ there will be 3 separate computer based examination of objective type multiple choice question. ഓക്കെ, എക്സാം പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ CGL CHS MTS എഴുതിയ, ഇപ്പോൾ കൂടുതലും ആൾക്കാർക്ക് അറിയാൻ പറ്റുന്ന CGL CHS MTS അത് എഴുതിയ ഒരാളാണെങ്കിൽ CGL CHS ഒക്കെ ടയർ 1 പാറ്റേൺ എന്താണോ അതേ പാറ്റേണിൽ തന്നെയാണ് എന്ത് പോകുന്നത്? നമ്മുടെ സെലക്ഷൻ പോസ്റ്റിന്റെ എക്സാം പോകുന്നത്. ഒരൊറ്റ എക്സാമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുക, അതുപോലെ തന്നെ DV പോവുക, സെലക്ഷൻ നേടുക. അതാണ് ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഒറ്റ എക്സാമേ ഉള്ളൂ. ഇനി ആ ഒറ്റ എക്സാം എന്ന് ഞാൻ പറഞ്ഞത് 10th ക്വാളിഫിക്കേഷൻ ഉള്ള പോസ്റ്റുകൾക്ക് എല്ലാം കൂടെ ചേർത്ത് ഒരു എക്സാം. അതാണ് ഇവർ പറഞ്ഞേക്കുന്നത് 3 സെപ്പറേറ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞേക്കുന്നത്. അതാണ് എന്ന് പറഞ്ഞാൽ 10th ക്വാളിഫിക്കേഷൻ ഉള്ളതിന് ഒരു എക്സാം, +2 ക്വാളിഫിക്കേഷൻ ഉള്ള പോസ്റ്റുകൾക്ക് എല്ലാം കൂടെ ചേർത്ത് ഒരു എക്സാം, ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള പോസ്റ്റുകളെല്ലാം ചേർത്ത് ഒരു എക്സാം. അങ്ങനെയാണ് 3 സെപ്പറേറ്റ് എക്സാം വരുന്നത്. എക്സാം നോക്കുകയാണെങ്കിൽ എന്താണ്? ജനറൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ നമ്മുടെ റീസണിങ്ങിന്റെ 25 ക്വസ്റ്റ്യൻ, ജനറൽ അവയർനെസിന്റെ 25 ക്വസ്റ്റ്യൻ. ഓക്കെ, റീസണിങ്ങിന്റെ 25 ക്വസ്റ്റ്യൻ, ജനറൽ അവയർനെസിന്റെ 25 ക്വസ്റ്റ്യൻ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ബേസിക് അരിത്മെറ്റിക് സ്കിൽസ് എന്നാ പറഞ്ഞേക്കുന്നത് 25. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് 25. ടോട്ടൽ എത്ര മാർക്കിന്? 200 മാർക്കിനാണ് ടോട്ടൽ എന്ത് വരുന്നത്? എക്സാം വരുന്നത്. പ്രത്യേകത ഈ ഒരു ഒറ്റ എക്സാമേ ഉള്ളൂ. ഓക്കെ, നമ്മൾ CGL CHS എഴുതുവാണെങ്കിൽ വീണ്ടും Tier 2 390 മാർക്കിന് Tier 2 നമ്മൾ എഴുതാനുണ്ട്. അതിവിടെ ഇല്ല. നിങ്ങളെ ക്വാളിഫിക്കേഷൻ എന്താണോ അത് ബേസ് ചെയ്ത് ഇതിനകത്ത് നോക്കുക, ആ പോസ്റ്റ് അപ്ലൈ ചെയ്യുക. ഒറ്റ എക്സാം എഴുതി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ജോലിയാണ്. അപ്പോൾ ആ ഒരു എക്സാമിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക. ബാക്കിയുള്ള SSC എക്സാം പോലെ അല്ല, പ്രോസസ്സ് കുറച്ചുകൂടെ എളുപ്പമാണ്. Tier 1 Tier 2 അല്ലെങ്കിൽ പ്രിലിംസ് മെയിൻസ് എഴുതേണ്ട ആവശ്യമില്ല. ഒറ്റ എക്സാം എഴുതിയാൽ മതി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? പോസ്റ്റുകളിലേക്ക് പോകുന്നു. ഇങ്ങനെയാണ് അവിടെ പോസ്റ്റിന്റെ ആ ഒരു ടേബിൾ കൊടുത്തേക്കുന്നത്. നോട്ടിഫിക്കേഷൻ അത് പോസ്റ്റിന്റെ ടേബിൾ കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ്.
അതിനകത്ത് പോസ്റ്റ് കാറ്റഗറി നമ്പർ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യം വരും. ഈ പോസ്റ്റ് കാറ്റഗറി നമ്പറിന്റെ ആവശ്യം വരും. ഓരോ പോസ്റ്റിനും നമ്മൾ ഈ നമ്പർ കൊടുത്താണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ അതൊന്ന് നോക്കി വെക്കുക. ഞങ്ങൾ എന്തായാലും അതിനെപ്പറ്റിയൊക്കെ ഒരു പുതിയ വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏത് പോസ്റ്റ് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാന്നുള്ളതിനെ പറ്റി ഒരു പുതിയ വീഡിയോ ചെയ്യുന്നുണ്ട്. ചാനൽ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരുന്ന വീഡിയോസ് ആ വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ബേസിക് ആയിട്ട് പറഞ്ഞു പോകുന്നത്, നിങ്ങൾ ഇപ്പോഴേ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നോക്കേണ്ട കാര്യം പോസ്റ്റ് കാറ്റഗറി നമ്പർ നോക്കുക, പോസ്റ്റ് നെയിം ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് വരുന്നതെന്നുണ്ട്, ഏജ് നിങ്ങൾ ഏത്, ഞാൻ നേരത്തെ പറഞ്ഞ ഏജ് ലിമിറ്റ് കാണിച്ചപ്പോൾ 18 മുതൽ 32 വയസ്സ് വരെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏത് കാറ്റഗറിക്കകത്താണോ വരുന്നത് ആ കാറ്റഗറി ഉണ്ട്. അതുപോലെ തന്നെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. ഇനി പേ സ്കെയിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കിവിടെ ലെവൽ 7 ടു ലെവൽ 1 to 7, ഓക്കെ, ലെവൽ 1 to 7 വരെയുള്ള പേ സ്കെയിലുള്ള ജോലികളാണ് എന്ത് ചെയ്യുന്നത് ഇതിനകത്ത് വരുന്നത്. 1 to 7 വരെ ഉണ്ട്. ഓക്കെ, മറ്റേ നമ്മൾ എഴുതുമ്പോൾ CGL എഴുതുമ്പോൾ എന്താണ് ലെവൽ 5ഉം 6ഉം ഒക്കെ എഴുതുന്നു. CHSL ലെവൽ 5 കൂടുതലായിട്ട് വരുന്നു. MTS പോകുമ്പോൾ ലെവൽ 1 2 പോകുന്നു. ആ രീതിയിലാണ്. എന്നാൽ ഈ ഒരു ഒറ്റ എക്സാമിനകത്ത് തന്നെ എല്ലാം ലെവൽ 1 to ലെവൽ 7 വരെയുള്ള എല്ലാ പോസ്റ്റുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടുകൊണ്ട് വിളിക്കുന്ന എക്സാമാണ് സെലക്ഷൻ പോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്ത് 18 to 25 വയസ്സ് ഇതിനകത്ത് പറയുന്നുണ്ട്. അങ്ങനെ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ റീജിയൻ ബേസ് ചെയ്തിട്ടാണ് ഓരോന്നും വരുന്നത്. ഓക്കെ, റീജിയൻ നോക്കുക, ഇവിടെ സെൻട്രൽ റീജിയൻ. ഇനി നിങ്ങൾ താഴോട്ട് പോകുന്ന സമയത്താണെങ്കിൽ, സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്താണെങ്കിൽ ഈ റീജിയന്മാർ, ഓക്കെ, ഈസ്റ്റേൺ റീജിയൻ, വെസ്റ്റേൺ റീജിയൻ, അങ്ങനെ റീജിയൻ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് പോസ്റ്റുകൾ വിളിക്കുന്നത്. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഏത് റീജിയൻ ആണ് എന്നുള്ള കാര്യം നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കേരള ആണല്ലോ, കൂടുതലും കേരളത്തിലുള്ള ആൾക്കാർ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഏത് റീജിയനിലേക്കാണ്, കേരള കർണാടക റീജിയൻ ആണ്. KKR നമ്മൾ SSCയുടെ സൈറ്റിലൊക്കെ കയറുമ്പോൾ നമ്മൾ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ, പുതിയ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടോ എന്ന് അറിയാനാണെങ്കിലും നമ്മൾ സെർച്ച് ചെയ്യുന്ന ആ ഒരു ലിങ്ക് ആണെങ്കിൽ ssc.gov.in KKR എന്ന് പറഞ്ഞു തന്നെയാണ് സെർച്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ എന്താണ് KKR റീജിയൻ. ഓക്കെ, ആ KKR റീജിയനിൽ ഏതൊക്കെ പോസ്റ്റുകൾ എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഗേൾ കാഡറ്റ് ഇൻസ്ട്രക്ടർ, ഇതാണ് കുറച്ചുകൂടെ നിങ്ങൾ അറിയാം, നിങ്ങൾക്ക് പെട്ടെന്ന് സെലക്ഷൻ പോസ്റ്റിനകത്തുള്ള ഒരു പോസ്റ്റ് അറിയാൻ വേണ്ടി പറയുവാണെങ്കിൽ ഇവിടെ ഗേൾ കാഡറ്റ് ഇൻസ്ട്രക്ടർ കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പല ആൾക്കാരും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് NCC നടക്കുന്ന സമയത്ത് ആ NCCയെ ഇൻസ്ട്രക്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും, പുറത്തുനിന്ന് ആൾക്കാർ വരാറുണ്ട്, NCC ഓഫീസിൽ നിന്ന് ആൾക്കാർ വരാറുണ്ട്, ജീപ്പിലൊക്കെ വരുന്ന കണ്ടിട്ടുണ്ടാവണം. അപ്പോൾ ആ വരുന്നതിൽ ഗേൾസ് എന്ന് പറയുന്ന ഗേൾസ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ പ്ലേസ് ആവുന്ന ഏത് എക്സാമിലൂടെയാ, ഈ പറയുന്ന സെലക്ഷൻ പോസ്റ്റ് എക്സാമിലൂടെ. അതാണ് ഈ ഗേൾ കാഡറ്റ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. അത് ഏത് ലെവൽ 4 വരുന്ന ജോബാണ്. അത്യാവശ്യം നല്ല പേയബിൾ ആയിട്ടുള്ള ജോബ് കൂടെയാണ്. ഇതിപ്പം കേരള കർണാടക റീജിയൻ ആണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ എല്ലാ റീജിയനിലും ഈ പോസ്റ്റ് കാണാം. ഇപ്പൊ നിങ്ങൾ NCC ഉണ്ട്, നിങ്ങൾക്ക് NCC സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതൊക്കെ റീജിയനിൽ വരുന്നുണ്ടോ ആ റീജിയനിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എവിടെയാണോ നമുക്ക് പോസ്റ്റ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, നിങ്ങളുടെ ലക്ക് ഇപ്പൊ ഇവിടെ കിട്ടാം അല്ലെങ്കിൽ മറ്റൊരിടത്ത് കിട്ടാം, നമുക്ക് പിന്നീട് അതിൽ ചേഞ്ച് വരുത്താം. അപ്പൊ നിങ്ങൾ അത് നോക്കി അപ്ലൈ ചെയ്യാം. ഇപ്പൊ കേരള കർണാടക റീജിയൻ അത്യാവശ്യം കുറച്ച് പോസ്റ്റുകൾ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കേരള കർണാടക റീജിയൻ മാത്രം വെച്ചുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ചാനൽ നിങ്ങൾ നോക്കി റെഗുലർ ആയിട്ട് ചാനൽ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും. ഓക്കെ, ഞാൻ അപ്പോൾ ബാക്കി കൂടുതൽ ആ റീജിയണിനെ പറ്റി കൂടുതൽ നിൽക്കുന്നില്ല, അത് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ വരുന്നുണ്ട്. ഇനി നമ്മൾ എത്ര പോസ്റ്റാണ് വിളിച്ചേക്കുന്നതെന്നാണ് അടുത്ത നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ പോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഏകദേശം 365 പോസ്റ്റാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സെലക്ഷൻ പോസ്റ്റ് വിളിച്ചിട്ടുള്ളത്. 365 പോസ്റ്റിലേക്കാണ് സെലക്ഷൻ പോസ്റ്റ് ഇത്തവണ വിളിച്ചിട്ടുള്ളത്. എത്ര മൊത്തം ടോട്ടൽ വേക്കൻസി 2423 വേക്കൻസിക്കാണ് വിളിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 2024 ആണെങ്കിൽ വിളിച്ചത് 2049 വേക്കൻസിയോടെയാണ് 2024 എന്ത് വിളിച്ച സെലക്ഷൻ പോസ്റ്റ് വിളിച്ചു. ഇപ്പം കുറച്ചുകൂടെ വേക്കൻസി കൂടി എത്രയ്ക്കാണ്, 2423 വേക്കൻസിക്കാണ് എന്ത് ചെയ്തേക്കുന്നത്, സെലക്ഷൻ പോസ്റ്റ് വിളിച്ചേക്കുന്നത്. ഇനി നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ക്വാളിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ എന്തുകൊണ്ട് പോസ്റ്റിനെ പറ്റി കൂടുതലായിട്ട് പറയും അല്ലെങ്കിൽ അടുത്ത വീഡിയോസിൽ കൂടുതലായിട്ട് പറയും എന്ന് പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ പല സ്ഥലങ്ങളിലും ക്വാളിഫിക്കേഷൻ കൊടുക്കുമ്പോൾ ഗ്രാജുവേഷൻ ആൻഡ് അബോ, ഹയർ സെക്കൻഡറി, അതുപോലെ തന്നെ മെട്രിക്കുലേഷൻ അങ്ങനെ പറഞ്ഞിട്ട് ക്വാളിഫിക്കേഷൻ കൊടുത്തേക്കുന്നത്. എന്നാൽ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ മാത്രമാണോ ഈ പോസ്റ്റിലേക്ക് ആവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. ഓക്കെ, ഇതിനേക്കാളും കൂടുതൽ ഇതിനകത്ത് തന്നെ പല ആൾക്കാർക്ക് നിങ്ങൾ പല പോസ്റ്റുകളും പല സെപ്പറേറ്റ് ആയിട്ട് പല കാറ്റഗറി തിരിഞ്ഞ് പഠിച്ച ആൾക്കാരുണ്ടാവാം. അതുപോലെ തന്നെ അഗ്രികൾച്ചർ, BSc അഗ്രികൾച്ചർ ചെയ്തവർക്കൊക്കെ ഒരുപാട് വേക്കൻസി ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതറിയാനായിട്ട് നിങ്ങൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന രണ്ടാമത്തെ പേജിൽ കാണുന്ന ഈ ഒരു ലിങ്കാണ്.
ഈ ലിങ്കിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ആ ലിങ്കിനകത്ത് എക്സാമും അതുപോലെ തന്നെ പോസ്റ്റ് സെലക്ഷൻ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സാം സെലക്ട് ചെയ്ത് കൊടുത്ത് നിങ്ങൾ റീജിയൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ പോസ്റ്റിന് ഫർദർ വേണ്ട ഡീറ്റെയിൽസ് എന്താണ്. ഇപ്പൊ ഏതെങ്കിലും പോസ്റ്റിന് എക്സ്പീരിയൻസ് വേണമെങ്കിൽ ആ എക്സ്പീരിയൻസിനെ പറ്റി, അല്ല അതിന് +2 മാത്രമല്ല +2-ോടൊപ്പം വേറെ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ കൂടെ വേണം. ഇനിയിപ്പോൾ ചില ഡ്രൈവർ പോസ്റ്റുകൾ വിളിച്ചിട്ടുണ്ട്. ആ ഡ്രൈവർ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്, അവിടെ ഹെവി ലൈസൻസിന്റെ ആവശ്യമുണ്ടോ, അതോ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് മാത്രം മതിയോ, അങ്ങനെ പറഞ്ഞിട്ടുള്ള എല്ലാ ബാക്കി പറയുന്ന ഡീറ്റെയിൽസ് കൂടുതലായിട്ടുള്ള ഓരോ പോസ്റ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ടാമത്തെ പേജിൽ ഈ ഒരു ലിങ്ക് കൊടുത്തേക്കുന്നത്. സെലക്ഷൻ പോസ്റ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പോകാൻ പോകുന്നത് നമ്മുടെ നോർമൽ SSCയുടെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ പോകാൻ പോകുന്നത്. അതിനകത്തൊരു ഓപ്ഷൻ ഉണ്ട്, പോസ്റ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അവിടെ 2 ഓപ്ഷനാണ് ഫില്ല് ചെയ്യാനായിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഏതാണ് എക്സാം, സെലക്ഷൻ പോസ്റ്റ് ഫേസ് 13. അടുത്ത പറയുന്നത് ഏതാണ് റീജിയൻ, KKR ആണോ, സെൻട്രൽ റീജിയൻ ആണോ, വെസ്റ്റേൺ റീജിയൻ ആണോ, ഈസ്റ്റേൺ റീജിയൻ ആണോ, ഏത് റീജിയൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ റീജിയനിൽ എത്ര പോസ്റ്റുകൾ വിളിച്ചിട്ടുണ്ടോ ആ പറഞ്ഞ പോസ്റ്റുകളെല്ലാം അവിടെ കാണാനായിട്ട് പറ്റും. ഓരോ പോസ്റ്റിനും നോർമൽ ഈ മെട്രിക്കുലേഷനും ഡിഗ്രിയും +2 അല്ലാതെ ഫർദർ എന്ത് ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത് അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, വളരെ സമയം കളയാതെ തന്നെ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഏകദേശം 2500 അടുപ്പിച്ച് വേക്കൻസിയും ഉണ്ട്. ഓക്കെ അല്ലേ? നമ്മുടെ സെലക്ഷൻ പോസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് വരാനുള്ള 6-ാം തീയതി എന്താണ്, CGL നോട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ സെലക്ഷൻ പോസ്റ്റ് ആണെങ്കിലും CGL ആണെങ്കിലും ഏകദേശം എക്സാം വരുന്ന ജൂലൈ അവസാനം ഓഗസ്റ്റ് ആദ്യ മാസങ്ങളിലാണ് എക്സാം കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ സെലക്ഷൻ പോസ്റ്റിനും CGL-നും ഇനി വരുന്ന CHSL-നൊക്കെ വേണ്ടിയിട്ട് SSC CGL അച്ചീവർ ബാച്ച് എന്ന് പറഞ്ഞൊരു ബാച്ച് സ്റ്റാർട്ട് ആവുന്നുണ്ട്. ജൂൺ 15-ാം തീയതിയാണ് ബാച്ച് സ്റ്റാർട്ട് ആവുന്നത്. ലിമിറ്റഡ് സീറ്റ്സോടെയാണ് ബാച്ച് സ്റ്റാർട്ടാക്കുന്നത്. ആ ഒരു ബാച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏകദേശം 3 മാസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്ത്, പ്രാക്ടീസ് സെക്ഷൻ ഇൻക്ലൂഡഡ് നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളെ മോക്ക് ചെയ്യിപ്പിച്ച് പ്രിലിംസിന് എങ്ങനെ യോഗ്യരാക്കാം എന്നുള്ള രീതിയിൽ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ബാച്ച് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ബാച്ചിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ കാണുന്ന നമ്പർ 8714370888 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ സെലക്ഷൻ പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ ബേസിക് കാര്യങ്ങൾ പറഞ്ഞു നിർത്തിയേക്കുകയാണ്. അതിന്റെ ഫർദർ പോസ്റ്റ് ഡീറ്റെയിൽസ്, കൂടുതൽ പോസ്റ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഉണ്ട്. ആ ടെലഗ്രാം ചാനലിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് ഫർദർ വരുന്ന വീഡിയോസ് എന്താണ്, ഫർദർ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ്സ് എന്താണ്, ബാച്ച് അപ്ഡേറ്റ്സ്, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടെ നിന്ന് അറിയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ഈ സെലക്ഷൻ പോസ്റ്റിന്റെ തന്നെ കണ്ടിന്യൂറ്റി ആയിരിക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.